ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല വെതറാണ്. അപ്പോൾ അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ഇന്ത്യൻ സ്റ്റോറുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമ്മൾ മലയാളികൾക്കുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവിടെയുള്ള ഓരോരോ കടകളിലും കിട്ടും. അങ്ങനെ ഞാൻ നമ്മുടെ ഇന്ത്യൻ കടയിലെത്തി. നല്ല കപ്പ ഇരിക്കുന്നുണ്ട്. മെഴുക് പുരട്ടിയ കപ്പയാണ്. ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കപ്പയാണ്. ഇത് എത്ര നാളായെന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. എന്തായാലും ഒരു കപ്പ വാങ്ങാമെന്ന് വെച്ചു. കപ്പയും ചേമ്പും ഏത്തയ്ക്കായും ഒക്കെ ഇവിടെ ഉണ്ട്. ആ കപ്പ കണ്ടാൽ പിന്നെ വാങ്ങാതിരിക്കുന്നത് എങ്ങനെ? അതുപോലെ വേറെ പച്ചക്കറികളായിട്ട് മറ്റൊന്നും തന്നെ കണ്ടില്ല. നമ്മുടെ വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ ഇവിടെ. കപ്പയുടെയും ചേമ്പിൻ്റെയും വില ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. 1 കിലോ കപ്പയ്ക്ക് 3.5 യൂറോ, അതായത് നാട്ടിലെ 326 രൂപ 60 പൈസ. നല്ല ഭംഗിയുള്ള നീളൻ മുടിയുള്ള വിഗ്. ഇതിൻ്റെ വില എത്രയെന്നോ 8,000 സംതിങ് ആണ്. ഇവിടെ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലെ രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ പുതിയതായിട്ടൊക്കെ വരുന്ന ആൾക്കാർ എപ്പോഴും അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇവിടെ സ്ഥിരതാമസമാക്കിയവരൊന്നും അങ്ങനെ ചിന്തിക്കാറേയില്ല. 1 കിലോ ചമ്പാവരിയുടെ വില 3.49 അതായത് 325 രൂപ 50 പൈസ. എന്തായാലും ചമ്പാവരി വേണ്ടെന്ന് വെച്ചു. നല്ല കപ്പയും വാങ്ങി വീട്ടിൽ പോന്നു. നല്ല അയല മീനുണ്ടായിരുന്നു. അപ്പോൾ അയലയും കപ്പയും കൂടെ കൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള അയല മീനാണ്. കപ്പ ചീത്തയാകാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇങ്ങനെ വാക്സ് അല്ലെങ്കിൽ മെഴുക് പുരട്ടി വയ്ക്കുക എന്നുള്ളത്. ഈ കപ്പ എത്ര നാളായി വന്നിട്ടെന്നറിയില്ല. പക്ഷേ നോക്കി എന്ത് ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കപ്പയൊക്കെ വാങ്ങിയാൽ അന്നല്ലെങ്കിൽ പിറ്റേന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൽ നിറയെ നീല നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള വര പോലെ ഇങ്ങനെ വരും. ഇതിലുള്ള കപ്പ നോക്കിക്ക് ഒരൽപ്പം പോലും അതിൽ കളറ് ഒന്നും വന്നിട്ടില്ല. ഞാൻ പകുതി കപ്പയാണ് എടുത്തത്. എത്ര ഫ്രഷാണെന്ന് നോക്കി. നന്നായിട്ട് കഴുകിയിട്ട് ഇത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള അയല മീനാണ് ചിലിയിൽ നിന്ന് വന്നിട്ടുള്ളത്. മീൻ ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം പുളി വെള്ളത്തിലിടാം. ഇത് വലിയൊരു പീസ് പുളിയാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യമാണെങ്കിൽ വീണ്ടും എടുക്കും. ഇപ്പോൾ കപ്പ ഒന്ന് തിളച്ചിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. എങ്കിലും ഒന്നെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കയ്പ്പ് വല്ലതും ഉണ്ടോ എന്നറിയാനായിട്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല കപ്പയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരപ്പൊക്കെ ഉണ്ടാക്കി ഒഴിച്ചിട്ട് പിന്നെ എടുത്ത് വേസ്റ്റ് ആക്കണ്ടേ. അതുകൊണ്ട് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇതിനരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളക്. 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലൊരൽപ്പം കറിവേപ്പില കൂടെ ഇടണമല്ലോ. കറിവേപ്പില ഫ്രീസ് ചെയ്ത കറിവേപ്പിലയാണ്. കറിവേപ്പിലയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. നാട്ടിൽ നിന്നൊന്നും നമുക്ക് ഈ ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളും ഭക്ഷ്യസാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരൽപ്പം കറിവേപ്പില കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കപ്പ ഇപ്പോഴും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് രണ്ടാമത് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ആദ്യത്തെ വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ്. ഇതിലിനി അരപ്പ് ചേർക്കാം. ഈ അരപ്പിൻ്റെ കൂടെ ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് ഒഴിക്കാം. ഇനി തീ കുറച്ച് വെച്ച ശേഷം അടച്ചു വെച്ചൊന്ന് ചൂടാക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിൽ ചേർത്തത്. അരപ്പ് നന്നായി ചൂടായതിന് ശേഷം ഉടച്ചെടുക്കാം. ഇത് അത്ര ഉടയുന്ന ഒരു കപ്പയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇരുന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ, തണുത്താലാണ് കൂടുതൽ ടേസ്റ്റ് വരിക. ഇനി ആ സമയത്ത് നമുക്ക് മീൻ ഉണ്ടാക്കാം. മീൻ ടിൻ ഫിഷ്. ഇനി ടിൻ ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പഴയകാല ഓർമ്മയാണ്. 1988 ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ മണിപ്പൂരിലായിരുന്ന സമയത്ത് അന്ന് അവിടെ കിട്ടുന്നത് ബർമയിൽ നിന്നുള്ള മീനാണ്. ആ സമയത്ത് ഒട്ടും തന്നെ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഈ മീൻ വാങ്ങിച്ചിട്ട് കപ്പയും മീനുമായിട്ട് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ 2-3 വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന സമയത്താണ് ഈ മീൻ കാണുന്നതും കഴിക്കുന്നതും.
നോക്കിയപ്പോൾ ഇതിൽ 3 മീനുണ്ട്. അപ്പോൾ ഒരു കഷ്ണം പുളി കൂടി ചേർക്കാമെന്ന് വെച്ചു. ഇതിൽ അരയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഇതിന് തായ്ലൻഡിൽ നിന്ന് വരുന്ന നല്ല തേങ്ങാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരല്പം ഉള്ളിയും കൂടി ചേർക്കാം. മീനിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടി വേണ്ടത് ഉലുവാപ്പൊടിയാണ്. നോക്കിയപ്പോൾ ഉലുവാപ്പൊടി ഇല്ലായിരുന്നു. ഒരല്പം വറുത്തെടുക്കാം. അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരല്പം ഉലുവ കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നല്ല പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പോൾ ഇത് കുറച്ച് തക്കാളി ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ഒട്ടും തന്നെ പുളിയില്ല. നമുക്കിതങ്ങ് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഉലുവ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഈ മീനിലേക്ക് തക്കാളിയും അരപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചിലരൊക്കെ ഈ മീനിലുള്ള ഈ ഓയിൽ ചേർന്ന ഈ വെള്ളം കളയാറുണ്ട്. പക്ഷേ മീനിൻ്റെ എല്ലാ ഫ്ലേവറും ഈ വെള്ളത്തിലാണ്, ഈ ബ്രൈൻ വാട്ടറിലാണ്. അപ്പോൾ ഇത് കളയണ്ട, നല്ല ടേസ്റ്റാണ്. ഈ മീനിൽ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ ഇത് കറി വെച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ആരെയും കഴിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ ടിൻ ഫിഷിനകത്ത് വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് അവർ ചേർത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വയ്ക്കാം. മീനൊന്ന് തിളച്ച ശേഷം 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വച്ചിരുന്നാൽ മതി. ഇത്തിരി ചാറോട് കൂടിയ കറിയാണ്, നല്ല ടേസ്റ്റ്. അധികം വറ്റിക്കാൻ നോക്കണ്ട. ഈ മീനിൻ്റെ മണവും രുചിയും പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എവിടെയെങ്കിലും ഈ ടിൻ ഫിഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോഴറിയാം ഇതിന് എത്രമാത്രം ടേസ്റ്റാണെന്ന്. മീൻ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലൊരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ മുഴുവൻ ഫ്ലേവറും മീനിലേക്ക് ഇറങ്ങും. ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഇനി ചോറൊന്നും വയ്ക്കാൻ ഞാൻ പോകുന്നില്ല. ഈ കപ്പയും മീനും തന്നെയാണ് ഇന്നത്തെ ലഞ്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.